സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശാരികയാണെങ്കിൽ കെവിന്റെയും ഇസബെല്ലയുടെയും ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. പക്ഷെ അവൾ മുൻകൂട്ടി തന്നെ എല്ലാ ലൊക്കേഷനും മറ്റു വിവരങ്ങളും ദേവികയ്ക്ക് അയച്ചത് കൊണ്ട് ദേവികയാണെങ്കിൽ ശാരിക അന്വേഷിച്ച് ലൈവ് ലൊക്കേഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ശാരികയാണെങ്കിൽ കെവിനും ഇസബെല്ലയുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. തന്നെ വിടണം, അല്ലെങ്കിൽ ആരാണെന്ന് അറിയും, പണി കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ, ഓ എന്ത് പണിയാ കിട്ടുന്നത്, ഞാൻ എവിടെയാണെങ്കിലും എന്റെ ചേച്ചി എന്നെ രക്ഷിക്കാനായിട്ട് വരും, അതുകൊണ്ട് നിങ്ങളുടെ ഈ വേലയൊന്നും ഞങ്ങളുടെ അടുത്ത് വില പോകില്ല എന്നൊക്കെ ശാരിക പറയുമ്പോൾ, നീ ഒരു പുലിക്കുട്ടിയാണെന്നൊക്കെ അറിയാം, ദേവികയെ പോലെ അങ്ങനെ തൊട്ടാവാടിയുമല്ല, പക്ഷെ ഇപ്പൊ നിന്നെ രക്ഷിക്കാൻ നിന്റെ ചേച്ചി വരില്ലടി, ചേച്ചിയെന്നല്ല ആരും വരില്ലെന്ന് അങ്ങനെ പറയണം, നീ നിന്റെ ചേച്ചിക്ക് കൂടി ഒത്തു കളിക്കുകയാണെന്ന് നന്നായിട്ട് അറിയാം, ഈ കെവിനെ അതിനൊരു ഉപകരണമാക്കി, അങ്ങനെയല്ലടി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ, കെവി ചേട്ടാ എന്താ ഇതൊക്കെ. ശാരിക, എനിക്ക് ആദ്യം നിന്നോട് സംശയം ഉണ്ടായിരുന്നില്ല, പക്ഷെ എപ്പോഴോ അത് തോന്നി തുടങ്ങി, നിന്റെ പ്രണയമൊക്കെ വെറും അഭിനയമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇത് കേട്ട് ശാരികയ്ക്കാണെങ്കിൽ കെവിൻ തന്നെ പൂർണ്ണമായിട്ടും സംശയിച്ചു എന്നും തന്റെ പ്ലാനിങ് എല്ലാം മനസ്സിലാക്കി എന്നും അങ്ങനെ മനസ്സിലാവുകയാണ്. എന്നെ വിടും എന്ന് പറഞ്ഞ് ശാരിക വീണ്ടും എതിർത്ത് നിൽക്കാൻ നോക്കുന്ന സമയത്ത്, വിടാൻ പറ്റില്ല, നിന്നെ രക്ഷിക്കാൻ ആര് വരും, എന്റെ ചേച്ചി എത്തും, ഓ എനിക്ക് ഇവിടെ നിന്ന് കാണണല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേവികയാണെങ്കിൽ എത്തുകയാണ്. ഡി ഇസബല, എന്റെ അനിയത്തിയുടെ കൈ വിടെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ഇസബലയ്ക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ, വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും. ഒട്ടും സമയം പാഴാക്കാതെ ദേവികയാണെങ്കിൽ ഇസബലയുടെ ചെകിടത്ത് നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇത് വെറും ടോക്കൺ ആണെന്നും ഇനി അടുത്ത വലിയ പണി നിനക്ക് കിട്ടാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരികയുടെ കൈ പിടിച്ചുകൊണ്ട് പോവാൻ നിൽക്കുമ്പോൾ, അങ്ങനെ അങ്ങ് പോകരുടി എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയെ തടയാണ് ഇസബല്ല. മാത്രമല്ല അവളെ പിടിച്ചു വലിക്കുന്നുണ്ട്. ദേ, മര്യാദയ്ക്ക് കൈ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഈ ദേവിക ആരാണെന്ന് കാണിച്ചു തരും, പഴയ പൂച്ചക്കുട്ടിയല്ല എന്ന് പറഞ്ഞ് ഇസബലയെ വീണ്ടും ഭീഷണിപ്പെടുത്താണ്. കെവിൻ, നിനക്കുള്ള പണി വരുന്നുണ്ടടാ, എന്റെ അനിയത്തിയെ ചതിക്കാൻ നോക്കിയവനാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ കെവിനെയും ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പോകുന്നു. എന്തായാലും ആ ഒരു പ്രണയ നാടകം ഇവിടത്തോടു കൂടിയിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ കാത്തിരിക്കും ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.